കൂടിയാ? കൂടിയേ ഷുഗർ കൂടിയാ? കൂടിയേ എടി എന്തോന്ന് കൂടിയെന്ന് പറ. സ്വർണത്തിന് വില കൂടിയില്ലേ? അത് കേട്ടപ്പോ എന്റെ പ്രഷർ കൂടിയേ. എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഒരു കീരി വിത്തുണ്ടോ? നമ്മുടെ സ്വർണ്ണം ഉണ്ടോ? അങ്ങോട്ട് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? പിന്നെ എന്തിനാണ് നീ വെറുതെ പ്രഷർ അയക്കുന്നത്? ഞാനെങ്കിൽ ചെന്ന് കട നീ അകത്ത്. മേലെ വീട്ടിലെ സിന്ധു ഇല്ലേ, അവളുടെ കയ്യിൽ എന്തോരം സ്വർണ്ണം ഉണ്ടെന്നറിയോ? ഈ സ്വർണത്തിനൊക്കെ വില കൂടി കഴിഞ്ഞാ അവൾക്ക് എന്തോരം മുതലാ. സമ്മതിച്ചല്ലോ, 2 ആഴ്ചക്ക് മുമ്പേ ഇവള് ഏറ്റ മുതലാണെന്ന് പറഞ്ഞപ്പം നീ എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു? 2 ദിവസം നിന്റെ മുഖത്തൊക്കെ അടി, നിന്റെ അടി. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ല അവള് ഏറ്റ മുതലാണെന്ന്. എടി, പൈസയുള്ള ആൾക്കാർ പൈസ വാങ്ങിക്കും, അതായത് സ്വർണം വാങ്ങിക്കും, വിൽക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതായത് കള്ളനെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, കോഴിയെ കണ്ടു കഴിഞ്ഞാൽ കുറുക്കം പിടിക്കും, നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാ പ്രാന്ത് പിടിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അതെ, ഇപ്പൊ എനിക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളുടെ അമ്മേനെ ഒറ്റക്ക് നോക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ നിന്റെ അടുത്ത് 100 തവണ പറയുന്നത്. ഞാൻ ഒന്നും കൂടെ കെട്ടാം, നീ സമ്മതിക്കുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അമ്മേനെ ഒറ്റക്ക് നോക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്റെ വീട്ടുകാരൻ തീരെ പിടിക്കത്തില്ലല്ലോ. അങ്ങനെ പറയില്ലേടി. നിനക്കറിയാമോ, ഞാൻ നിന്റെ അടുത്ത് ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. എന്റെ അമ്മയമ്മയെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ അമ്മയമ്മയാണ്. ചേട്ടാ സോറി, ഞാൻ തെറ്റിദ്ധരിച്ചതാ. പോട്ടെ, ഒന്നുകൂടെ പറ, കേൾക്കാൻ നല്ല രസമുണ്ട്. എന്റെ അമ്മായിയമ്മയെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ അമ്മായിയമ്മയാണ്. എന്റെ അമ്മായിയമ്മ പറഞ്ഞാ അത് നിങ്ങളുടെ അമ്മയല്ലേ? അതെ. അടിപൊളി ആഹാ, ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്ന. ഇപ്പഴീ റോസാപ്പൂ മാറ്റില്ലേടാ? ഇത് തന്നെ പൊളിച്ചല്ലേടാ. പറ്റിപ്പോയി. മനസ്സിലായാലിനെ? ഞാൻ പറഞ്ഞിട്ടില്ലേ? യോ, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് മജീഷ്യൻ മജീദ്. വെറും മജീദല്ല, മാജിക് മജീദ്. വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ, ഈ യൂട്യൂബിലെ നിന്റെ വീഡിയോ വൈറലാണ് കേട്ടാ. ഞാനത് ചെറിയൊരു ഹണി ട്രാപ്പിൽ പെടായിരുന്നു. അയ്യോ, ആ വീഡിയോ അല്ല, മാജിക് പരിപാടി. അത് സൂപ്പർ. അയ്യോ, അത് മാത്രമല്ല, മെന്റലിസ്റ്റിന്റെ പരിപാടികളുണ്ട്. മെന്റലിസ്റ്റ് എനിക്ക് തോന്നിയത്, എടാ, ഗുളിക കഴിച്ചാൽ മാറ്റാവുന്ന മെന്റലേ നിനക്കൊള്ളൂ. പേടിക്കണ്ട, അതൊക്കെ മാറൂടാ. അതല്ലെന്ന്, മൈൻഡ് റീഡിംഗ് ഉണ്ടോ? എല്ലാം പറയണം. മോളുടെ മൈൻഡ് എങ്ങനെയാണെന്നുള്ള ഞാൻ മാജിക്കിൽ കാണിച്ചു തരാം. ശ്രദ്ധിച്ചു നോക്കൂ, 22-നും 24-നും ഇടക്കുള്ള ഏതെങ്കിലും ഒരു സംഖ്യ പറയും. 22-നും 24-നും ഇടക്കുള്ള ഏതെങ്കിലും സംഖ്യ പറയൂ. ഞാൻ പറയട്ടെ? 23 എങ്ങനെ ചേട്ടാ ഇങ്ങനെ സമ്മതിക്കണോ? സൂപ്പർ സൂപ്പർ. ജന്മത്ത് കണ്ടിട്ടില്ല. സത്യം. എനിക്ക് പറ്റായതാണോ നിനക്ക് പറ്റിയത് തന്നെടാ? അല്ല, പോയതാണ്. പക്ഷെ അവള് പറഞ്ഞു തെറ്റില്ല. ഞാനും ആലോചിച്ചു, കറക്റ്റ് 23 കിട്ടിയടാ. ആയിക്കോട്ടെ, അടുത്ത മാജിക് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണ്. ഇവന്റെ മൈൻഡ് ഞാൻ കണ്ടുപിടിക്കും. കുട്ടിക്കാലം പോലെ എന്റെ മൈൻഡ് കടിക്കാൻ. നീ ഇന്ന് രാത്രി എവിടെയാ പോകുന്നേന്ന് എനിക്കറിയാം. എത്ര മണിക്കാണ്? 11-നും 12 മണിക്ക് കിടക്ക്. എവിടെയാ പോകുന്ന എനിക്കറിയാം. ഉറങ്ങാൻ പോകും. 11 മണിക്ക് 12 മണിക്ക് ഇറക്കാനുള്ള ഉറങ്ങാൻ പോകണം. അപ്പോഴല്ലേ ഉറക്കം ശരിക്കും വരുള്ളൂ.
ഒന്നല്ലടാ ഒരു നിമിഷം എവിടെടാ പോയത് സുഹൃത്താണ്, നിന്റെ സുഹൃത്താണ്. എടാ ഇങ്ങ് വന്നടാ. നിന്റെ മാജിക്കട് കുറച്ചുകൂടി കാണിച്ചല്ലോ അവിടെ. ഒരുപാട് കാര്യപ്പെട്ടെ ഇതുപോലെ മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഞാനും മുതുകാടും പിന്നെ വേറെ അവരുടെ പേരറിയില്ല, അവരൊക്കെ ചെയ്യുന്നുള്ളൂ. വെറൈറ്റി ഞാൻ നല്ല വെറൈറ്റി പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മോളെ എന്താ ഒരുപാട് മൈൻഡ് റീഡിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല മോനെ? അല്ല ഇത് ചേട്ടന്റെ സുഹൃത്താണ്. അതെ. ഇതെന്ത് മാജിക്? ഇത് മനസ്സിലായില്ല? ഇത് കൊള്ളൂല. കൊള്ളില്ലേ? ഇത് കൊള്ളൂല. മാജിക് കൊള്ളൂല. അത് പേരെന്താന്ന് പറഞ്ഞേ? എന്താ പേര്? നോബി. നോ ബി. എന്നുവെച്ചാ ബി ഇല്ല എന്ന് പറഞ്ഞ ബുദ്ധിയില്ല, അതാണ്. അല്ല അതൊന്നും തെളിയിച്ച നോബി, മിസ്റ്റർ നോബി, നിങ്ങൾ ശ്രദ്ധിക്കണം. അമേരിക്ക, ലണ്ടൻ, ഓസ്ട്രേലിയ അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ മെന്റലിസ്റ്റ് നടത്തിയിട്ടുണ്ട്. കൂടെ ഞാനും പോയിട്ടുണ്ട്. പുള്ളി പോയിട്ടുണ്ട്. പാസ്പോർട്ടിൽ അത് വന്നു, അകത്തിട്ടു. അല്ല, അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ വിഡ്ഢികളെ കണ്ടോ? ഇല്ല. ബി ഇല്ല. വേറെ എന്തെങ്കിലും വെറൈറ്റി വേറെ സാധനം ഉണ്ട്, പറയട്ടെ? അതായത് ഈ തൊപ്പി കണ്ടോ? ഈ തൊപ്പിന്ന് ഞാൻ പ്രാവിനെ സൂപ്പറാണ്. കേട്ടില്ല? പ്രാവിനെ സൂപ്പറാണ്. എന്റെ പൊല്ലിയാട്ടോ, അതൊക്കെ പഴയ മാജിക്കാണ്. പണ്ട് പോലെ ആൾക്കാർ കാണിച്ചത്. അത് പഴയ തൊപ്പിന്ന് പ്രാവിനെ എടുക്കുന്നതൊക്കെ. വേറെ ഉണ്ടാട്ടോ, വേറെ അന്ന് ഞാൻ തൊപ്പിന്ന് പാമ്പിനെടുക്കും. എന്റെ പൊണ്ണെണ്ണ, ഈ പ്രാവും പാമ്പും അല്ലാതെ ഈ തൊപ്പി ഇതൊക്കെ പഴയതല്ലേ? എന്ന് തൊപ്പിന്ന് കുയിലിനെടുക്കും. ഞെട്ടിപ്പോവും നമ്മള്. നിങ്ങൾ ഈ തൊപ്പിന്ന് പ്രാവ്, പാമ്പ്, ഈ തൊപ്പിന്ന് എടുക്കുന്നതൊക്കെ പഴയതായത് ഈ പുള്ളി പറഞ്ഞു. പഴയതടാ. നീ എന്താ അവര് അത് കൊള്ളൂല. എന്നാ നമുക്ക് ബിവറേജ് ഫുൾ എടുത്താലോ? ഞാൻ 300. ഞാൻ 200 ഇട്ട്. ഞാൻ 500. അപ്പൊ എത്രയാ? 300. 1300. സോഡയും വെള്ളം ഞാൻ മേടിച്ചോളാം. അതിന് 50 രൂപ ആവുള്ളൂ. ആ പോയിട്ടാ നീ പോയിട്ട് ഞാൻ- വേഗം വാ. ചേട്ടാ 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 എവിടെ പോവാ? അല്ല, ബിവറേജില് സാധനം മേടിക്കാൻ. ഇവിടെ വന്ന എന്തിനാ? ശ്ശേ. ഓയ്ഷ്. ശ്ശേ. മാജിക് ചെയ്യാൻ വേണ്ടി. കാണിച്ചിട്ട് പോയാ ഓ, എന്റെ കയ്യിൽ കുറെ ട്രിക്കുകളൊക്കെ ഉണ്ട്. മോനെ, എന്റെ ശിഷ്യൻ മാടാ മോനെ, മുടിയാ വരൂ. പ്രിയമുള്ളവരെ, എന്റെ ഫസ്റ്റ് മാജിക് തുടങ്ങുകയാണ്. ചിമ്പിളക്ക, 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 ചിമ്പിളക്ക. ചിമ്പിളക്ക, 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 ചിമ്പിളക്ക. അതായത് ഈ കമ്പിയില്ലേ, ഈ കമ്പി ഞാൻ എന്റെ നാക്കിലൂടെ കുത്തിയിറക്കും. അയ്യോ ചേട്ടാ, വേണ്ട ചേട്ടാ, അങ്ങനെയുള്ളൊന്നും വേണ്ട ചേട്ടാ. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി. എന്റെ അച്ഛാ, ഞാൻ സാഹസമാണ് കാണിക്കുന്നത്. രക്ഷിക്കണേ, ഒരു ഫോണില്ലാതെ ആവും, അതുകൊണ്ട് പറഞ്ഞാണ്. വേണ്ട ചേട്ടാ. ഞാൻ ചെയ്യും. ചുമ്പർലക്ക, ചുമ്പർലക്ക, ചുമ്പർലക്ക. അയ്യോ കഴിഞ്ഞേട്ടാ. പതുക്കെ പതുക്കെ. കുത്തി കയറ്റി കഴിഞ്ഞാ. അയ്യോ, അയ്യോ, ദേ കേറ്റി ചേട്ടാ. എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ? ആ നാക്കേറ്റ സ്ഥലം ഉണ്ട്. വളവുണ്ടായിരുന്നല്ലോ. ഫസ്റ്റിനെ പൊളിച്ചില്ല നീ. നെക്സ്റ്റ് മാജിക് പോട്ടെ പോട്ടെ, സാരില്ല, അടുത്തത്. നിങ്ങളെ ശ്രദ്ധിക്കൂ. ചിമ്പറക്ക, 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 ചിമ്പറക്ക. എന്നാ വെള്ളമില്ല, ഞാനിത് കമത്തുന്നു. അപ്പൊ നിങ്ങൾ കണ്ടോളൂ. അത്ഭുതം എന്താന്ന് പറഞ്ഞു? ആ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന്റെ അകത്താണ് വെള്ളം വെച്ചത്. അങ്ങനെയാണ് ഒഴിച്ചത്. എടാ ഇത് രണ്ടാമതും പൊളിച്ചലോടാ നാറി. പോട്ടെ, സാരില്ല, വേറെ ഉണ്ടാവുന്നത്. വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് നിങ്ങൾ അപ്പൊ തന്നെ കൊണ്ടു നിർത്തും. എടാ പോടാ, എന്റെ ആവശ്യമില്ല. നടക്കത് നിന്റെ കൂട്ടുകാരനല്ലേ കൊണ്ടു നിർത്തുക. എവിടെ? ഏത് രാജ്യത്തും ഇഷ്ടപ്പെട്ട ഏത് രാജ്യത്തും നിങ്ങളെ കൊണ്ടു നിർത്തും ഞാൻ. ഉറപ്പ്? പിന്നെ ഉറപ്പാണോ? ഉറപ്പ്. അപ്പൊ നമുക്ക് പ്ലെയിനിലും ട്രെയിനിലും ഒന്നും പോണ്ട. ഒന്നും കയറേണ്ട, ഒറ്റ സെക്കൻഡ്, ഒരു നിമിഷം നേരം അതൊന്നറിയണമല്ലോ. അതൊന്നറിയണല്ലോ. നീ പറ. ഞാനൊരു സ്ഥലം പറയട്ടെ. ഏതാ? എനിക്ക് ജനിക്കുന്നതിന് മുന്നേ പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമായിരുന്നേ. ഏതാ? ന്യൂയോർക്ക്. ന്യൂയോർക്കല്ലേ? നിർത്തറ നിർത്തറ.
നീ എവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്? ഞാൻ ന്യൂയോർക്കിൽ അതെങ്ങനെ കൊണ്ടുപോകും? വിസ ഇല്ല, പാസ്പോർട്ട് ഇല്ല, പിന്നെ എങ്ങനെ കൊണ്ടുപോകും? റേഷൻ കാർഡിലത്ത് ഞാൻ വരെ പോയി, പിന്നെയാണ് പാസ് പിന്നെ കൊണ്ടുപോയിരിക്കും. മനസ്സിലായില്ലേ? ഒറ്റ ചേട്ടാ, ഒറ്റ ഉറപ്പ്. ചിമ്പർലക്ക, 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 ചിമ്പർലക്ക. ന്യൂയോർക്ക്. എടാ, ഇതാണ് ന്യൂയോർക്ക്. അയ്യോ, എടി, നമ്മൾ ന്യൂയോർക്കിൽ വന്നിട്ടും നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ വന്നടി. പക്ഷേ ഇത് എടുത്ത് മാറ്റണോട്ടോ. എന്ത്? അല്ലെങ്കിൽ ന്യൂയോർക്കിൽ പിഴ അടക്കേണ്ടി വരും. ഓ, വീട്ടിൽ പോ, വീട്ടിൽ പോ, വീട്ടിൽ പോ. എന്നാ വീട്ടിൽ പോ, വീട്ടിൽ പോ. ചിമ്പർലക്ക, ചിമ്പർലക്ക, ചിമ്പർലക്ക. വീട്. എടാ, ഇതാണ് മജിഷ്യൻ. നീ ഞെട്ടിക്കളടാ. സൂപ്പർ. ഞാൻ ഒരു ആഗ്രഹം പൊളിച്ച്. പറയട്ടെ. ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ. ആ, പറ. നീ കാശ്മീരിൽ പോണമെന്നുണ്ട്. എങ്ങ് എടാ, കാശ്മീർ ഇന്ത്യയിലല്ലേ? അതെ. നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. കണ്ടാ? ഓക്കേ. ഓക്കെ. ചിമ്പർലക്ക, 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 ചിമ്പർലക്ക. കാശ്മീർ. തണുപ്പടി. അയ്യോ, മഞ്ഞുമല. നമ്മളെ ഫർണിച്ചറുകളെല്ലാം ഇവിടെ വന്ന്. ദൈവത്തോർത്ത് വിടല്ലേ, മഞ്ഞാണ്, കുത്തിപ്പോവും. നമുക്ക് വീട്ടിൽ പോണം. തണുക്കുന്നു ചേട്ടാ. വീട്ടിൽ പോണം, വീട്ടിൽ പോണം. വീട്ടിൽ പോ. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ പോ. ചിമ്പർലക്ക, 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 ചിമ്പർലക്ക. വീട്. ഓ, എന്റെ പൊന്നേ. തണുത്തന്റെ ഊപ്പാടൊന്നും. വിറച്ച് പോയി. അളിയ, നീ സൂപ്പർ കേട്ടോ. നീ സൂപ്പർ. എടേ, എന്റെ എല്ലാവരും പറഞ്ഞാ, പക്ഷെ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. താങ്ക്സ് പറ. താങ്ക്സ് പറ. ഞങ്ങക്ക് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയുള്ള സ്ഥലത്തിലൊന്നും പോകാൻ അതെ, പറ്റത്തില്ല. അതെ. ചേട്ടനോട് നന്ദിയുണ്ട് ഓക്കേ, ഞങ്ങൾക്ക്. ഓക്കേ. ആ ഹലോ. അപ്പൊ ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. അത് ഇവിടെ LED വാളുകാർ ചെയ്തതാണ്. ആ ഓ, വീട് വാ. അതിന്റെ CD കൊണ്ടു കൊടുത്ത് അവരിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. നീ എന്തോടാ അവർ കൊടുക്കാന്ന് പറഞ്ഞത്? 1/2 ലിറ്റർ എടാ, പഠിക്കാത്തവരെ കൊണ്ട് കുടിപ്പിക്കണ പോക്കത്തല്ലടാ അത്. മദ്യമല്ല, പിന്നെ 1/2 ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കാൻ പറഞ്ഞു. വില കൂടി കൊണ്ടവരോ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് സംഭവം. എന്നാലും ഇത് ഭയങ്കര മോശമായി പോയി കേട്ടാ. സത്യം വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ വളരെ പറ്റിക്കണ്ടായിരുന്നു. മോശം കാര്യം. നിങ്ങളെ പറ്റിച്ചു. ആ. LED വാള് കാശ്മീരിന്റെ പടം കാണിച്ചു. ആ. നിങ്ങൾ എന്താ കാണിച്ചു അവിടെ ചെന്നപ്പോ? എന്താ കാണിച്ച്? കാശ്മീരിന്റെ പടം വന്നപ്പോ നിങ്ങള് ആ. അയ്യോ ഞാൻ അപ്പോഴും പേർത്തുകൊണ്ടിരിക്കായിരുന്നു ഇവിടെ. ഓടാ. അത് പോട്ടെ. നീ ഒരു സംഭവം കാണിക്കും. ഇനി വെറൈറ്റി ഇന്ത്യയിൽ ആ. ഈ ലോകത്തിലാരും കാണിക്കാത്ത ഒരു മാജിക്കാണ്. എന്താണ്? അതാ ഞാൻ നിലത്ത് ഇങ്ങനെ കിടന്നിട്ട് ആ, ഉരുളോടാ, ഉരുളോ നീ. അപ്പം വെള്ളടിക്കുന്നത് ഞാനല്ല. ഇവിടെ കിടന്നു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പൊങ്ങി ശൂന്യതയില് ഇങ്ങനെ നിൽക്കും. ഓമോടാ നീ മുകളിലോട്ട്. ഇപ്പൊ തന്നെ എന്നെ വിടോടാ അങ്ങട്. ഇങ്ങനെ ശൂന്യത നിൽക്കും. പക്ഷേ എനിക്ക് 2 വെള്ളത്തുണി വേണം. അയ്യോ, വെള്ള തുണിയില്ല. വെള്ള തുണിയില്ല. വെള്ള തുണി ഇല്ലാത്തോണ്ട. ഒരു മിനിറ്റ്. ഇല്ലാത്തോണ്ടല്ലേ? വെള്ളത്തുണി ഉണ്ട്. അതെങ്ങനെ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുകുമാരൻ ചേട്ടനെ ആ. അലക്കി നമ്മുടെ അഴയിലിട്ട്, അവിടുത്തെ അഴയില്. അപ്പൊ കാറ്റത്ത് പറന്ന് 2 വെള്ളത്തുണി ഇവിടെ വീണു. ഞാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അറിയാ, ഞാൻ മെനഞ്ഞാന്ന് വാങ്ങിച്ച പുതിയ വെള്ള തുണിയാണ്. അത് മതിയാ? അത് തരാം. അത് മതി മതി. അത് മതി, അത് മതി. ഓക്കേ, എടുത്തോണ്ട് വരട്ടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആ തുണിയുടെ തല പിടിച്ചോണ്ട് നിന്നാ മതി. ആണാ? ആ. അത്ര മാത്രം ചെയ്താൽ അത്ര മാത്രം ചെയ്താൽ മതി. തുണി. തുടങ്ങടാ. സഹപാഠി വിളിച്ചോ, സഹപാഠിനെ. മോനെ ശിഷ്യ വാട, 2 പേര്. ഓ, ഡീസന്റ് പയ്യന്മാരാ. ഞങ്ങൾ പിടിക്കട്ടാടാ. പിടിച്ചോടാ. ഇതെങ്ങാനും പൊളിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇടിച്ചോ, എന്നാലും കുഴപ്പമില്ല. എങ്ങനെ ഒരിക്കലും പറ. ഇത് പൊളിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇടിച്ചോ, കുഴപ്പമില്ല. ഉറപ്പാണല്ലോ ഇടിക്കാലോ. നീ പൊളിക്കാതിരുന്നാ മതി. ഇല്ലടാ, കൈയടിച്ചോ, കൈയടിച്ചോ. താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന മജീഷ്യൻ മജീദിന്റെ അത്ഭുത പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞെട്ടിച്ച് നീ തകർത്ത്. എന്റെ പൊന്ന്, ഇതാണ് മാജിക്. സൂപ്പർ. കയ്യടി, കയ്യടി. അടിപൊളി, അടിപൊളി. ഇതാണാ പുറത്തുനിന്നൊക്കെ ആള് വരെയാണ് കാണാൻ. കണ്ടോ, കണ്ടോ? എന്ത് കാണാൻ? മായജലം കണ്ടോ? ഞാൻ വീട്ടിൽ ഉണക്കിയിട്ട തുണി നിങ്ങൾ അടിച്ചു മാറ്റിട്ട് ഇവിടെ മാജിക് കളിക്കുന്ന തുണി മനസ്സിൽ നടക്കാറ്. അമ്മയാണ് ഞാനല്ല പൊളിച്ചത്, കണ്ടല്ലേ? ആരെങ്കിലും വന്ന് പൊളിച്ചത്? പൊളിച്ചതാ, പൊളിച്ചത്. ചേട്ടാ, ഇത് പൊളിയുവാണെങ്കിലേ ചേട്ടനിട്ട് ഇടിച്ചോളാൻ പറഞ്ഞായിരുന്നു. ഇനി ഞങ്ങക്ക് ധൈര്യമായിട്ട് ചേട്ടനിട്ട് ഇടിക്കാലോ. ഇടിക്കാം. ഇടിക്കാലോ? ഇടിക്കാം. ചേട്ടാ, വാ ചേട്ടാ. വന്നോളാം.